ഹലോ വെൽക്കം ബാക്ക് ടു സിംപ്ലി മൈ സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐലൈനർ ലുക്സ് ആണ്. ഐലൈനർ ലുക്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഒരു 7 to 8 ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ലുക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കീപ്പ് വാച്ചിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ കണ്ണിന് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലൂസ് പൗഡർ അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കോട്ടൺ ബോളിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കണ്ണിന് മേളിലും അതേപോലെ തന്നെ താഴെയും. ഇങ്ങനെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഐലൈനർ അല്ലെങ്കിൽ കാജൽ എന്താണെന്നുണ്ടെങ്കിലും കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാറില്ലേ, അതുപോലെ ജസ്റ്റ് ഒരു ഐലൈനർ എടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിന് മേളിലായിട്ട് എഴുതി കൊടുക്കുക. സിമ്പിളായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ, അതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ കണ്ണെഴുതിയതിന് ശേഷം അതേ സെയിം ഐലൈനർ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഐലാഷസ് കൂടെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ മസ്കാര ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് അതിങ്ങനെ വിടർത്തി കൊടുക്കുക കേട്ടോ. മസ്കാര ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്താൽ നമ്മുടെ ആ ഒരു എഴുതിയ കണ്ണിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഭംഗി കിട്ടും അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് ലോവർ ലാഷസിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഞാൻ അവിടെ ചെയ്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഇനി നിങ്ങളുടെ മസ്കാര ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഐലൈനർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ആ ഒരു സിംഗിളായിട്ടുള്ള നമ്മൾ വരച്ചില്ലേ, അതിൽ നിന്ന് വളരെ നിങ്ങൾക്ക് തിന്നായിട്ടുള്ള ലൈൻ വേണ്ടത് വെച്ചാൽ ആ ഒരു നമ്മുടെ ഐലൈനർ ഇല്ലേ അതിനകത്തുനിന്ന് എക്സസ് ആയിട്ടുള്ളത് കുറച്ച് കളയുക. നമുക്ക് കളഞ്ഞെടുക്കില്ല, അങ്ങനെ കളഞ്ഞെടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ടുള്ള നേരിയതായിട്ടുള്ള ഒരു ലൈൻ കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് കട്ടിയുള്ള ഒരു ലൈനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ കണ്ണിൻ്റെ അവിടെ കോർണറിലായിട്ടും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ഇത് നല്ല വട്ടം കണ്ണുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കണ്ണിന് നല്ല നീളം തോന്നിക്കാനായിട്ട്, അതായത് ആ വട്ടം ഒന്ന് മാറ്റി നീളം പോലെ തോന്നിക്കാനായിട്ട് ഇത് നന്നായിട്ട് ചേരും. ഞാനെപ്പോൾ ഐലൈനർ ചെയ്താണെന്നുണ്ടെങ്കിലും ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വിങ്ങിട്ടിട്ടാണ് ചെയ്യാറുള്ളൂ. എൻ്റെ കണ്ണ് കുറച്ച് വട്ടത്തിലിരിക്കുന്നത്, അപ്പോൾ അതൊന്ന് മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴത്തും ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ കാജലൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഉടനെ തന്നെ ഒരു ഇങ്ങനെ ഇറച്ചി നിൽക്കുന്ന പോലെ തോന്നുമായിരിക്കും, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അത് സെറ്റായി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കാജൽ എങ്ങനെ അപ്ലൈ ചെയ്ത് അതേപോലെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിനകത്ത് ഒന്നുകൂടി കാജൽ എഴുതാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ലുക്ക് ഉണ്ടാവും.
ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കരുത്. ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, എല്ലാ റിക്വസ്റ്റഡ് വീഡിയോസും ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് സമയം കൂടി വേണം. എനിക്കിപ്പോൾ എക്സാം കഴിഞ്ഞുള്ളൂ. കുറച്ച് സമയം കൂടി ഉണ്ടെങ്കിൽ 1 by 1 എല്ലാം ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്ലീസ് അതുകൊണ്ട് ആരും പിണങ്ങരുത്. പ്ലീസ് ഉറപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും പ്ലീസ്. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പറ്റിയൊരു നല്ല വീഡിയോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇതൊന്ന് ഷെയർ ചെയ്തേക്കാം. മാത്രമല്ല, ഈ ചാനലിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഫാമിലി മെമ്പേഴ്സിനോടെല്ലാം കൂടെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടെച്ചാൽ വേഗം ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.